ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഒരു ടവർ ഫാനാണ്. ഈ ഫാനിൻ്റെ ഫാൾട്ട് എന്ന് പറയുന്നത് ഒരു തരം വൈബ്രേറ്റിംഗ് ആണ്. ഫാൻ ഓണാക്കി വയ്ക്കുമ്പോൾ തന്നെ ഒരു വൈബ്രേറ്റുമായി സ്വന്തമായി ഫാന് നിരങ്ങി വയ്ക്കുന്ന സ്ഥലത്തുനിന്ന് നീങ്ങി പോകും. ഇതാ കാണുന്നത് പോലെ. നമുക്ക് ഫാന് അഴിച്ച് നോക്കാം. അഴിച്ചു നോക്കുന്ന സമയത്ത് കാണുന്നത് ഇതാണ്. ഒരു ലീഫും ഒരു മോട്ടറും കാണും. ഈ ടവർ ഫാനുകളിൽ സാധാരണയായി വൈബ്രേറ്റ് പോലുള്ള പ്രശ്നം കാണുന്നത് ലീഫിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. ഈ ലീഫിൽ പൊട്ടലൊന്നും കാണുന്നില്ല. നമുക്ക് അഴിച്ചു നോക്കാം. ലീഫ് മോട്ടോർ ഷാഫ്റ്റിൽ പിടിപ്പിക്കുന്ന ഈ പാർട്ട് കംപ്ലൈൻ്റ് ആണ്. ഈ ബുഷ് 2 പീസായി പോയി. അപ്പോൾ ഈ ബുഷ് മാത്രം മാറ്റിയിട്ട് ഈ ഫാൻ റെഡിയാക്കുന്നത് കാണാൻ വീഡിയോ തുടർന്ന് കാണുക. ഈ ബുഷ് ഗ്ലൂ വച്ച് ഒട്ടിച്ചാണ് വരുന്നത്. ഇതുപോലെ നൈഫോ എന്തെങ്കിലും വെച്ച് ഇളക്കിയെടുക്കണം. ഇപ്പോൾ വ്യക്തമായി കാണാവുന്നതാണ്. ഇത് ഒറ്റ പീസായിരുന്നു, ഇത് 2 ആയിട്ടുണ്ട്. അതാണ് ഈ ഫാനിൻ്റെ ഫാൾട്ട്. ഈ ബുഷ് വാങ്ങി മാറുന്നവർ ശ്രദ്ധിക്കുക. ഈ മോട്ടോർ ഷാഫ്റ്റ് പല അളവിലുണ്ട്, 3-4 അളവിൽ വരുന്നുണ്ട്. ആ അളവിനായിരിക്കും ഈ ബുഷ് വാങ്ങേണ്ടത്. മോട്ടോർ ഷാഫ്റ്റ് കയറ്റുന്ന ഭാഗം. ഈ ടവർ ഫാനുകളിൽ ശബ്ദം കൂടുതലും എന്നാൽ വേണ്ടത്ര കാറ്റ് കിട്ടാതിരിക്കുന്നതും ഈ ബുഷിൻ്റെ കംപ്ലൈൻറ്റുകൾ ആയിരിക്കാം. ഈ ബുഷ് ഒട്ടിച്ചെടുക്കാൻ ഏത് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സിലിക്കോൺ ഗ്ലൂ ആണ്. നമ്മളിവിടെ 4 സ്ക്രൂ കൂടി പിടിപ്പിച്ച് വിടുകയാണ്. കാരണം നമുക്ക് പശ ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല. കസ്റ്റമറിന് ഇന്ന് തന്നെ കൊടുത്തു വിടേണ്ടതുണ്ട്. സ്ക്രൂ ഡ്രൈവർ ഇത്രയും കറക്കുന്ന എന്തിനെന്ന് വെച്ചാൽ ബുഷിൽ എളുപ്പമെന്ന് സ്ക്രൂ കയറും. എന്നാൽ ആ ഫൈബർ ഭാഗത്ത്, ലീഫിൻ്റെ ഭാഗത്ത് എളുപ്പമെന്ന് കയറില്ല. ഒരുപാട് കറക്കി കയറ്റേണ്ടി വരും. ഇതുപോലെ 4 സ്ക്രൂ കൂടെ ടൈറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ അത്രയ്ക്കും നന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബുഷ് വാങ്ങുമ്പോൾ നോക്കേണ്ടത് ഈ മോട്ടറിൻ്റെ കനമാണ്. മോട്ടറിൻ്റെ ഷാഫ്റ്റിൻ്റെ കനമനുസരിച്ചാണ് ഈ ബുഷ് വരുന്നത്. ലീഫ് ഇളക്കുന്നത് ഈ വീഡിയോയിൽ ആദ്യ ഭാഗത്ത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക. ഈ 3 സ്ക്രൂ ആണ് ലീഫിൻ്റെ പ്രധാനം. ഈ മേൽഭാഗത്തെ പാർട്ട് ഇളക്കി മാറ്റുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ബുഷ് മാറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലീഫ് മൊത്തമായി കിട്ടുന്നതാണ്. അതിനായി ഈ ഭാഗം നോട്ട് ചെയ്ത് വച്ചിരിക്കുക, വീഡിയോയുടെ ഈ ഭാഗം. ഈ 3 സ്ക്രൂ ഇളക്കിയാണ് ലീഫ് മാറ്റുന്നതും ഇടുന്നതും. നമ്മൾ ഫിറ്റ് ചെയ്തത് കറക്റ്റാണെങ്കിൽ കൈകൊണ്ട് കറക്കി വിടുന്ന സമയത്ത് വളരെ ഫ്രീ ആയി ലീഫ് കറങ്ങുന്നതായിരിക്കും. ഫാൻ ഓണാക്കി നോക്കുന്ന സമയത്ത് വൈബ്രേറ്റിംഗ് മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഫാൻ അടച്ചതിന് ശേഷം ഓണാക്കി നോക്കാം. നമ്മുടെ ഫാൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. കാറ്റും കൂടിക്കാണും, എന്നാൽ വൈബ്രേറ്റിംഗ് ഒന്നുമില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.